اطلب متابا بالندامة مقلعا وبعزم ترك ذنب فيما استقبلا. ഓ മനുഷ്യ, നീ വഅദിന്റെ സദസ്സിലേക്ക് വന്നാൽ നിന്റെ വഅദിന്റെ സദസ്സിൽ നിനക്ക് വിട്ടുതരേണ്ടുന്ന ഇൽമിന്റെ നൂറുണ്ടല്ലോ, ഇൽമിന്റെ പ്രകാശമുണ്ടല്ലോ. ആ പ്രകാശം നിനക്ക് ഇട്ടുതരണമെങ്കിൽ നിന്റെ മനസ്സൊന്ന് ശുദ്ധിയാകേണ്ടതില്ലേ? ചോദിക്കട്ടെ, നല്ല പാല് കൊണ്ടുവന്നിട്ട് ആളുകൾ തുപ്പിവെച്ചിട്ടുള്ള കോളാമ്പിയിലാരെങ്കിലും ഒഴിച്ചു കൊടുക്കുമോ? ഏതെങ്കിലും ഒരു വൃത്തിയില്ലാത്ത പ്ലേറ്റിലേക്ക് നല്ല രുചിയുള്ള ബിരിയാണി ആരെങ്കിലും വിളമ്പിക്കൊടുക്കുമോ? അഥവാ കൊടുത്താൽ തന്നെ ആ പാല് കൊണ്ട് ഉപകാരം ലഭിക്കുമോ? ആ ബിരിയാണി കൊണ്ട് ഫലം കിട്ടുമോ? അതുകൊണ്ട് ഓ ചെറുപ്പക്കാരെ, ഏത് വഅദിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോഴും ആ സദസ്സിൽ പോയിരിക്കുന്ന നമുക്ക് ജീവിതത്തിൽ വല്ലപ്പോഴും തെറ്റുകൾ വന്നുപോയെങ്കിൽ, സൽക്കർമ്മങ്ങൾ ഒഴിഞ്ഞുപോയെങ്കിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കിയ മനസ്സുമായി, ശരീരവുമായി, കഴുകി വൃത്തിയാക്കിയ ആത്മാവുമായി പണ്ഡിതന്മാരെ സദസ്സിൽ പങ്കെടുക്കണം. അത് കഴുകി വൃത്തിയാക്കാൻ മാർഗമൊന്നേ ഉള്ളൂ. ആ മാർഗമെന്താണ്? ജീവിതത്തിൽ സർവ്വ അനുഗ്രഹങ്ങളും തന്ന രാജാവിനോട് നന്ദികേട് ചെയ്തു പോയതിൽ മനസ്സിന്റെ ഉള്ളിലുള്ള അങ്ങേയറ്റത്തെ ഖേദമാണ്, തൗബയാണ്. ഉത്ലുബ് മതബൻ ബിന്നദാമതി മുഖ്ലിആ. പക്ഷേ ആ തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ, നീ ചെയ്യുന്ന തൗബ ഏത് വിഷയത്തിലാണെങ്കിലും തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചെയ്യുന്ന തെറ്റ് നീ അതോടുകൂടി നിർത്തിവെക്കുന്നവനാകണം. തെറ്റ് ചെയ്തുകൊണ്ടുള്ള തൗബക്കർത്ഥമില്ലല്ലോ, അത് ഖേദപ്രകടനമല്ലല്ലോ, അത് പടച്ചവനെ ചതിക്കാൻ കഴിയില്ലല്ലോ. അതോടുകൂടെ വബിഅസ്മി തർക്കി ദംബി ഫീമാ ഇസ്തഖ്ബലാ. ഇനിമേലിൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ചാൽ മാത്രമേ തൗബയാകുന്നുള്ളൂ. അതിന്റെ പുറമെ തൗബ പൂർണ്ണമാകണമെങ്കിൽ വബറാഅത്തി മിൻ കുല്ലി ഹഖില്ലാദബി ഫലിഹാദിഹിൽ അർകാനി ഫർഅവ കമ്മിലാ. നീ ഏതെങ്കിലും മനുഷ്യർക്ക് വല്ല ഇടപാടുകളും തീർക്കാനുണ്ടെങ്കിൽ, അഥവാ നീ വല്ല അവകാശങ്ങളും കൊടുക്കാനുണ്ടെങ്കിൽ അത് നീ കൊടുത്തു വിടണം. ഇല്ലെങ്കിൽ അവന്റെ സംതൃപ്തി നേടണം, പൊരുത്തപ്പെടിക്കണം. അതേപോലെ നീ ഒരാളെ നാവ് കൊണ്ടോ കൈകൊണ്ടോ മറ്റേതെങ്കിലും അവയവങ്ങൾ കൊണ്ടോ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, നാവ് കൊണ്ടുള്ള അക്രമം ഏറ്റവും വലിയ അക്രമമാണ്. ഒരു മനുഷ്യരെ കുറ്റം പറയുക, ചീത്ത പറയുക, തെറി പറയുക, ഇൻസൾട്ടാക്കി സംസാരിക്കുക, അതൊക്കെ കടുത്ത തെറ്റാണ്. അത്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വിവരം അറിയുമെങ്കിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തോട് പൊരുത്തപ്പെടാൻ വേണ്ടി പൊരുത്തപ്പെടാൻ വേണ്ടി പറയണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ സംതൃപ്തി നീ നേടിയിരിക്കണം. അപ്പോഴേ ആ തെറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരികയുള്ളൂ. കാരണം അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റാണ്. മനുഷ്യന് അല്ലാഹുവിനോട് കടപ്പാടുണ്ട്, മനുഷ്യരോട് കടപ്പാടുണ്ട്, സർവശക്തികളോടും കടപ്പാടുണ്ട്. മനുഷ്യൻ മറ്റ് ജീവികളെ പോലെ അല്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് ഒരു ജീവിയെയും ആക്രമിച്ചു കൊടുത്തു. അതേസമയം അക്രമം അഴിച്ചുവിട്ട് മനുഷ്യനെ ദ്രോഹിക്കുന്ന ജീവിയെ നിയമപ്രകാരം അതിനെ നശിപ്പിക്കാം. ഉദാഹരണത്തിന് നമ്മളുടെ ഒരു നല്ല ഒരു തോട്ടം, ആ തോട്ടത്തിൽ മുഴുവനും കീടങ്ങൾ വന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെ കായപ്പയും നമ്മളെ വെള്ളേരിയും ഒക്കെ ഈ പുഴുക്കൾ നശിപ്പിക്കുകയാണ്. അതിനെ നമുക്ക് നശിപ്പിക്കാം, ആ പുഴുവിനെ നമുക്ക് കൊന്നുകളയാം. കാരണം അത് നമ്മെ ദ്രോഹിക്കുകയാണ്, നമ്മളോട്
ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടൊന്നല്ല അതിനുള്ളിലേക്ക് മൂപ്പർക്ക് കയറി. അപ്പൊ അതിനെ നമുക്ക് നശിപ്പിക്കാം, അത് അക്രമമല്ല. ഇതേപോലെ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിൽ കൽബുൻ അഖൂറുൻ, കടിക്കുന്ന നായയെ കൊല്ലാം. നിങ്ങൾ നിയമപ്രകാരം കൊന്നാൽ മതി. ഇപ്പൊ ഒന്നാമത്തെ ഏത് പേപ്പറിന്റെ ഒന്നാമത്തെ പേജിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അല്ലെങ്കിൽ പുറത്തൊരു നായ. കാരണം നായ പ്രധാനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒന്നുമല്ല, അക്രമം ചെയ്ത വകയില. അങ്ങനെയാണ് വലിയ വലിയ കള്ളന്മാരും ഉണ്ടാവുമല്ലോ ഈ പത്രത്തിന്റെ ഒന്നാം പേജിൽ തന്നെ, വലിയ വലിയ തട്ടിപ്പുകാർ. അപ്പോ ഒന്നാമത്തെ പേജിൽ തന്നെ അക്രമം ചെയ്യുന്ന നായകളും ആക്രമിക്കപ്പെട്ട ജനങ്ങളും ഇങ്ങനെ പത്രത്തിന്റെ പേജുകൾ. നായയുടെ ഇസ്ലാമികമായ മാനദണ്ഡവും നിയമമൊക്കെ ഞാൻ വേറെ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഒരു നായയെയും ആക്രമിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഒരു നായയെയും ചീത്ത പറയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ ഭീകര പ്രസ്ഥാനമോ അല്ലെങ്കിൽ തീവ്രവാദമോ അക്രമങ്ങളോ അനീതികളോ അനാശാസ പ്രവണതകളോ ഒന്നുമല്ല. ഇസ്ലാം ലോകത്ത് ഏറ്റവും സമാധാനവും സ്നേഹവും സന്തോഷവും പകരുന്ന ആശയമാണ് ഇസ്ലാം. പക്ഷേ ഇസ്ലാം എന്താണെന്ന് അറിയാത്ത വിവരം കെട്ട പലരും പല ചെറുപ്പക്കാർക്കും ക്ലാസ് എടുക്കാൻ തുടങ്ങി, പലരെയും ഭീകരവാദികളും തീവ്രവാദികളുമാക്കാൻ തുടങ്ങി. നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളും മുൻഗാമികളായ ഇമാമിങ്ങളും പറഞ്ഞ കിതാബുകൾ അവിടെ മാറ്റിവെച്ച് ഓരോരുത്തരും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് പല തീവ്രവാദികളെയും ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഇസ്ലാമിന്റെ പുറത്തുള്ളവർ തെറ്റിദ്ധരിക്കാൻ കാരണമാവുകയാണ്. ഇസ്ലാം നിങ്ങൾ കണ്ടില്ലേ, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോ സമീപത്തു കൂടി ഒരു നായ ഇങ്ങനെ നടന്നു പോയി. അപ്പൊ തന്റെ മകൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ താജുദ്ദീൻ സുബ്കി ഇങ്ങനെ നിൽക്കുമ്പോ ഒരു നായ ഇങ്ങനെ നടന്നു. താജുദ്ദീൻ സുബ്കി ചെറിയ കുട്ടിയാണ്, ഒരു ഹൈസ്കൂൾ പ്രായമുള്ള സമയമാണ് എന്ന് കൂട്ടാൻ. തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വലിയ ആലിമായി, വലിയ മഹാനാണ്. മകൻ നായയെ വിളിച്ചിട്ട് അതിന്റെ അർത്ഥം കൽബിന്റെ മോൻ, കൽബെ പോടാണ്. കൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നായ. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ലാ തഖുൽ ഹഖദാ, അങ്ങനെ പറയാൻ പാടില്ല. ആ നായയെ കൽബിന്റെ മകൻ കൽബെ പോടാ എന്ന് പറയാൻ പാടില്ല. അപ്പൊ മകൻ ചോദിച്ചു, അലൈസൽ കൽബു ബിന കൽബിൻ യാ വാലിദി, കൽബ് കൽബിന്റെ മോൻ തന്നെയല്ലേ? ഞാൻ പോത്തിന്റെ മോനെ കൽബിന്റെ മോൻ പറഞ്ഞില്ലല്ലോ, ഞാൻ മനുഷ്യന്റെ മോനെ പറഞ്ഞില്ലല്ലോ, ഞാൻ കൽബിന്റെ മോനെ തന്നെ, നായയുടെ കുട്ടിയെയല്ലേ ഞാൻ നായന്റെ കുട്ടി എന്ന് വിളിച്ചത്, അതിലെന്താ തെറ്റ്? അപ്പോഴാണ് ബാപ്പ പറഞ്ഞത്, മോനെ വശർത്തുൽ ജബാസി അല്ലാ യുഹഖറ, ഓ മോനെ ഒരു നായയെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല, ഇൻസൾട്ടാക്കാൻ പാടില്ല. നീ ആ നായയെ കൽബിന്റെ മകനെന്ന് വിളിച്ചത് അതിന്റെ അഡ്രസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പോസ്റ്റ്മാൻ വിളിക്കുന്ന പോലെ സൺ ഓഫ് കൂട്ടി വായിച്ചതല്ല. നീ അതിനെ ഒന്ന് ഇൻസൾട്ടാക്കാൻ വേണ്ടിയാണ് കൽബിന്റെ മകനെന്ന് പ്രയോഗിച്ചത്. അങ്ങനെ ഒരു നായയെയും നിസ്സാരപ്പെടുത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഹാദിഹി ഫായിദത്തുൻ യാ വാലിദി, ഇതൊരു വലിയ തത്വമാണല്ലോ ബാപ്പാ. എന്റെ ചെറുപ്പക്കാരെ, ഒരാളും ഒരാളെയും ഇൻസൾട്ടാക്കാൻ പാടില്ല. അവനവന്റെ മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവനവന്റെ മതത്തിൽപ്പെടാത്തവനാണെങ്കിലും അവനവന്റെ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും അവനവന്റെ ഗ്രൂപ്പിൽപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിലും അവനവന്റെ സംഘടനയിൽപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഒരാളും ഒരു ജീവിയെയും ഒരു മനുഷ്യനെയുമെന്നല്ല, നായ നമ്മളുടെ മതത്തിൽപ്പെട്ടു എന്നും പെട്ടില്ല എന്നും പറയാൻ വകുപ്പില്ലല്ലോ.
നായ നമ്മളെ പാർട്ടി പെട്ടു എന്നും പെട്ടില്ല എന്നും പറയാൻ വകുപ്പില്ലല്ലോ. നായ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലില്ലല്ലോ. അതേ നായ നമ്മളെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ വർഗത്തിൽ തന്നെ മെമ്പർ അല്ലല്ലോ. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ടതാണല്ലോ. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണമല്ലോ. ഇതെല്ലാം ഉണ്ടെങ്കിലും ആ നായയും റബ്ബിന്റെ സൃഷ്ടിയാണ്. റബ്ബിന്റെ സൃഷ്ടികളെ ഒന്നിനെയും ഇൻസൽട്ടാക്കാൻ പാടില്ല. ഇതെന്തൊരു മതമാണ് സഹോദരന്മാരെ, ഇതെന്തൊരു പ്രസ്ഥാനമാണ് ചെറുപ്പക്കാരെ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെ നാവിലൂടെ വന്നതൊക്കെ പറയുന്നവരില്ലേ, കൈകൊണ്ട് അക്രമം ചെയ്യുന്നവരില്ലേ, ഒന്നിനെയും ആക്രമിച്ചുകൂടാ. അതേസമയം മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി. മനുഷ്യനേക്കാൾ ഉന്നതനായ വേറെ ഒരു സൃഷ്ടിയില്ല. കാരണം ഏറ്റവും ഉന്നതരായ സൃഷ്ടിയിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യവർഗമാണ് ഏറ്റവും ബഹുമാനമുള്ള വർഗം. ആ മനുഷ്യനായ ആളുകൾ അവർക്ക് ശല്യം ചെയ്യുന്ന, അവരെ ദ്രോഹിക്കുന്ന പേപ്പട്ടിയാണോ, കടിക്കുന്ന നാഹയാണോ, കൊല്ലുന്നതിന് ഇസ്ലാം വിരോധം പറഞ്ഞിട്ടില്ല. അതിനെ കൊന്നുകൊണ്ട് ശല്യമില്ലായ്മ ചെയ്യേണ്ടതാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആരെയും ആക്രമിക്കാതെ, ഒന്നിനെയും ശല്യം ചെയ്യാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒന്നിനെയും ഇൻസൾട്ടാക്കാതെ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. അള്ളാഹു ധാരാളം സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഒരുപാട് നന്മകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൗണിലൂടെ, നമ്മുടെ പറമ്പുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവുനായ, ആ തെരുവുനായ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ കൊണ്ടുപോയി എറിഞ്ഞ സ്ഥലത്ത് നിന്ന് അത് വന്ന് പെറുക്കി തിന്നുകയാണ്. ആ നായകൾ അത് പെറുക്കി തിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഭക്ഷണം ചീഞ്ഞു നാറിയിട്ട് നമുക്ക് കടയിലിരിക്കാൻ കഴിയാതെ വരുമായിരുന്നു, വീട്ടിലിരിക്കാൻ കഴിയാതെ വരുമായിരുന്നു. അപ്പൊ ഈ നായകൾക്ക് അല്ലാഹു തആല കൊടുത്ത ഡ്യൂട്ടി അത് ക്ലീൻ ചെയ്യുക എന്നതാണ്. നാടുകൾ ക്ലീൻ ചെയ്യുന്ന നായയാണത്. ആ ക്ലീനിങ്ങിന്റെ ഡ്യൂട്ടി അത് നിർവഹിച്ചു കൊള്ളട്ടെ. അതിനെ വെറുതെ കൊല്ലേണ്ടതില്ല. അതേസമയം ശല്യം ചെയ്യുകയാണോ എങ്കിൽ മനുഷ്യനെ ശല്യം ചെയ്യുന്ന ജീവിയെ വെച്ച് മനുഷ്യനേക്കാൾ നായക്ക് പരിഗണന കൊടുക്കാൻ വകുപ്പുമില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാമിനേക്കാൾ സമൂഹത്തിനും ജീവികൾക്കും ഗുണകരമായ വേറെ ഒരു നിയമമേതാണ്, പ്രസ്ഥാനമേതാണ്? ചിന്തിച്ചു നോക്കൂ. ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് പക്ഷിയെ പിടിച്ചുകൊണ്ടുവന്ന് കൂട്ടിലിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതെ പറക്കാൻ അനുവദിക്കാതെ ശല്യം ചെയ്യൽ അനുവദനീയമല്ല. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്ത സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറ്റ് സൃഷ്ടികളോടും നമുക്ക് കടപ്പാടുണ്ടെന്നറിയിക്കാനാണ്. പശുവിനെ പിടിച്ച് ആലയിൽ കെട്ടിയിട്ടിട്ട് അതാ നമ്മൾ കല്യാണത്തിന് പോയി, ടൂറിന് പോയി, സമ്മേളനത്തിന് പോയി, ആ പശുവിന് ഭക്ഷണം അവിടെ ഒരുക്കി കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ പടച്ച റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരാണ്. കാരണം പശുവിനെ മേഞ്ഞ് തിന്നാൻ നീ അനുവദിച്ചില്ല. അതിനാവശ്യമുള്ള വെള്ളവും ഭക്ഷണവും അതിന്റെ മുമ്പിൽ നീ എത്തിച്ചതില്ല. നീ ടൂറിന് പോയി, നീ കല്യാണത്തിന് പോയി, പോയ സ്ഥലത്ത് നിന്ന് നന്നായി നീ തിന്നുകയാണ്, നീ പട്ടിണി കിടക്കുകയല്ല. ഈ ജീവിയെ പട്ടിണി കിടത്തിയ വകയിൽ നീ കുറ്റക്കാരനാണ്, കടപ്പാടുകളാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ.
ഈ കടപ്പാടുകളുടെ വിശാലത എത്രയാണ് സുഹൃത്തുക്കളെ! സർവസൃഷ്ടികളോടും കടപ്പാടാണ്. ഒരു ജീവിയെ അറുത്തുകൊണ്ട് തിന്നാൻ വേണ്ടി ആട്ടിനെ അറുക്കുകയാണെങ്കിൽ പോലും, കോഴി അറുക്കുകയാണെങ്കിൽ പോലും ആ ജീവിയെ അനാവശ്യമായി വേദനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അറുക്കുന്ന കത്തി നന്നായി മൂർച്ഛം കൂട്ടണം, വളരെ പെട്ടെന്ന് തന്നെ അറവ് നടക്കണം. അതുപോലെ ഏത് വസ്തുവിനെയും കൊല്ലുന്ന സമയത്ത് കൊല്ലേണ്ടി വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ കൊല്ലണം. അനാവശ്യമായി വേദനിപ്പിക്കാൻ പാടില്ല, ഒന്നിനെയും ശല്യം ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം ഒരു ജീവിക്കും ശല്യം ചെയ്യാതെ സർവ്വജീവികൾക്കും നന്മ ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം. കാരണം സർവ്വജീവികളെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. അവകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, വെള്ളം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അവന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മാത്രമാണ് നാം. നമ്മൾ വിശേഷ ബുദ്ധി നൽകപ്പെട്ട സൃഷ്ടികളാണ്, അതേ ചിന്താശക്തി നൽകപ്പെട്ട സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്ബോധനം നടത്തിയാൽ ഉത്ബോധനം ഫലം ചെയ്യുന്ന സൃഷ്ടികളാണ്. ഒരു പോത്തിനോട് 1 മണിക്കൂർ നീ കുത്തരുതെന്ന് വഅദ് പറഞ്ഞാൽ ആ പോത്തിന് യാതൊരു മാറ്റവും വരൂല, പോത്ത് കുത്തിക്കൊണ്ടേയിരിക്കും. ഒരു കാളയോട് നീ എത്ര തന്നെ ക്ലാസ് എടുത്താലും കാള അതിന്റെ അക്രമ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. ഒരു സിംഹത്തോട് നീ പോയിട്ട് എത്ര തന്നെ വഅദ് പറഞ്ഞാലും അതിന്റെ അക്രമങ്ങളുമായി അത് മുന്നോട്ട് പോകും. ഒരു പാമ്പിനോടോ തേളിനോടോ ചിലന്തിയോടോ നീ കടിക്കരുത്, കുത്തരുത്, വിഷം ചീറ്റരുതെന്ന് പറഞ്ഞാൽ അത് ഫലവത്താകൂല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന്റെ മനസ്സ് നല്ലതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി മോശമായാൽ പോലും അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? നല്ല ഒരു ഭൂമിയാണെങ്കിൽ, ഫലപുഷ്ടിയുള്ള ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിൽ വിത്തിടുന്ന മനുഷ്യൻ ഒരു പക്ഷേ കുളിക്കാത്തവനാണെങ്കിലും ഡ്രസ്സ് ധരിക്കാത്തവനാണെങ്കിലും അവനതാ വൃത്തിയില്ലാത്തവനാണെങ്കിലും അവൻ തഖ്വയില്ലാത്തവനാണെങ്കിലും വിത്തിടുന്ന മനുഷ്യനിടുന്ന വിത്ത് നല്ലതാണെങ്കിൽ, ഇടപെടുന്ന ഭൂമി ഫലപുഷ്ടിയുള്ള ഭൂമിയാണെങ്കിൽ ആ വിത്ത് മുളച്ചുയർന്നതുകൊണ്ട് ഫലം ലഭിക്കൂലേ? ഇതുപോലെ അതാ വഅദ് പറയുന്ന മുസ്ലിയാര് മോശക്കാരനാണെങ്കിലും പറയുന്ന കാര്യം നല്ലതാണെങ്കിൽ, കേൾക്കുന്ന മനസ്സ് സംശുദ്ധമായ മനസ്സാണെങ്കിൽ പറയുന്ന ഉത്ബോധനം ഫലവത്താണ് കേട്ടോ. മനുഷ്യ, എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് ഇവിടെ കുറെ അഹങ്കരിക്കാനല്ല, കുറെ പത്രത്തിൽ പേര് കാണാനല്ല, കുറെ സ്വാഗതവും നന്ദിയും കിട്ടാനല്ല, ആളുകളുടെ ആദരവും ബഹുമാനവും പിടിച്ചു പറ്റാനല്ല. സൃഷ്ടിച്ചത് യജമാനനായ റബ്ബിനെ സ്മരിച്ചുകൊണ്ട് അവന് ഇബാദത്തെടുക്കാനാണ്. ആ ബോധം ഖൽബിൽ ഉയർന്നു വരണേ മുതഅല്ലിമീങ്ങളെ, ആ ബോധം മനസ്സിൽ ഉയർന്നു വരണേ ചെറുപ്പക്കാരെ. ആ ബോധത്തോടെ ബാക്കിയുള്ള കാലം ജീവിക്കണേ കാരണവന്മാരെ. അല്ലാഹു നമ്മുടെ മജ്ലിസുകൾ തഖ്വക്ക് കാരണമാകുന്ന മജ്ലിസുകളായി നമ്മിൽ കബൂൽ ചെയ്യട്ടെ.